കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സമ്പത്തിനും ഐശ്വര്യത്തിനും കാർത്തിക നക്ഷത്രക്കാര്, കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകള്, ജാതകക്കാര് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇച്ഛാശക്തി, അതായത് കഠിനമായ ആഗ്രഹം, പ്രവർത്തന നിരത, എന്തും പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത, ശരീരസുഖം, ഇവയോട് കൂടിയവരാണ് ഈ നക്ഷത്രക്കാര്. ഇവർക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ജീവിത രീതിയായിരിക്കും ഇവർ മുന്നിട്ട് കൊണ്ടുപോകുന്നത്. ദാമ്പത്യ സുഖം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർക്ക് പിതൃഭാഗ്യം, ഇങ്ങനെയുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അച്ഛനിൽ നിന്നുള്ള ഗുണമോ അച്ഛന്റെ സുഖമോ വളരെ കുറവായിരിക്കും. പിതൃഭാഗ്യം വളരെ കുറവായിരിക്കും. ഇവർക്ക് കുജദശ, ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ, ഈ 3 ദശയും, അതായത് കുജനും വ്യാഴവും ബുധനും, ഈ 3 ദശയും ഇവർക്ക് വളരെ ദോഷമാണ്. ഈ ദശാകാലത്ത് ഇവർക്ക് ദോഷമായതുകൊണ്ട്, ഈ ദശാകാലം ഇവരെ ദോഷമായിട്ട് ഭവിക്കുന്നത് കൊണ്ട്, ഈ ദശാകാലത്ത് നിങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിധി പോലുള്ള എന്തെങ്കിലുമൊക്കെ വഴിപാടുകളോ പരിഹാരങ്ങളോ ഒക്കെ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ഈ മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാര് പതിവായിട്ട് ആദിത്യനെ, സൂര്യനെ ഭജിക്കുന്നത് നല്ലതാണ്. ആദിത്യനോ ശിവനെ ഭജിക്കുക, പരമേശ്വരനെ ഭജിക്കുക ഉത്തമമായ കാര്യങ്ങളാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം, ഈ ദിവസങ്ങളിൽ സൂര്യഭജനം, കാർത്തിക നക്ഷത്രത്തിലോ ഉത്രം ദിവസങ്ങളിലോ ഉത്രാട ദിവസങ്ങളിലൊക്കെ ആദിത്യദേവനെ ഭജിക്കുന്നത്, ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. കാർത്തികയും ഞായറാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസം, ഇപ്പൊ ഞായറാഴ്ചയാണ്, അന്ന് കാർത്തിക നക്ഷത്രമാണെന്ന് വിചാരിക്കുക, അന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ അന്ന് വ്രതം അനുഷ്ഠിക്കുകയോ ആദിത്യദേവനെ ഭജിക്കുകയോ ആദിത്യന് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുകയോ ആദിത്യ മന്ത്രങ്ങൾ ഉരുവിടുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. അപ്പം അന്നേ ദിവസം നിങ്ങൾ പതിവായിട്ട് ആദിത്യ ഹൃദയം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ ജപിക്കുക. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യനെ നോക്കി ആദിത്യ ഹൃദയം ജപിക്കുക. ഇതൊക്കെ ഉത്തമമാണ്. മാത്രമല്ല, ഇവര് യാതൊരു കാരണവശാലും പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. ഒരു തരത്തിലും ഒരിക്കൽ പോലും ഇവർ പകലുറക്കം പാടില്ല. ഇനിയിപ്പോൾ ഇത്തിരി വയ്യാന്ന് തോന്നിയാലും ഇരുന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നതല്ലാതെ, കണ്ണടച്ചിരിക്കുന്നതല്ലാതെ കിടന്നുറങ്ങുന്ന പകലുറക്കം ഇവർ നിർബന്ധമായിട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇവരനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ്. ചുവപ്പ്, പിന്നെ കാവി, ഈ കാവി വസ്ത്രമോ ചുവപ്പ് വസ്ത്രമോ അല്ലെങ്കിൽ ചുവപ്പും കാവിയും കൂടെ കൂടി ചേർന്നിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള കളറുകളൊക്കെ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ദിവസങ്ങളിലും നിങ്ങളുടേതായ ദശാനാഥന്മാരെയും നിങ്ങൾ ഉപാസിക്കുകയോ അവരെ നിങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ദുരിതത്തിനൊക്കെ ഒരുപാട് അറുതി വരുത്താൻ സാധിക്കും.